ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ മുനബ്ബിഹാത്ത് എന്ന വിശുദ്ധമായ ഗ്രന്ഥമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഖീല അൽ മുഖിറു ബി തഖ്സീരി അബദൻ മഹ്മൂദുൻ. മഹാന്മാരുടെ വചനങ്ങളിൽ ഇങ്ങനെ കാണാം: വീഴ്ച സമ്മതിക്കുന്ന വ്യക്തി അവൻ സ്തുതിക്കപ്പെടുന്നവനാണ്. ഒരാളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി, അപാകതകളുണ്ടായി. ആ അപാകത അയാൾ സമ്മതിക്കുന്നു. എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ അപാകത ഉണ്ടായി എന്ന് സമ്മതിക്കുന്നു. അയാൾ സ്തുതിക്കപ്പെടുന്നവനാണ്, അയാൾ നല്ലവനാണ്. വൽ ഇഖ്റാറു ബി തഖ്സീരി അലാമത്തുൽ ഖബൂരി. വീഴ്ച സമ്മതിക്കൽ എന്നുള്ളത് സ്വീകാര്യതയുടെ ലക്ഷണമാണത്, അടയാളമാണത്. ഒരാളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ അയാളെ സമ്മതിക്കൽ എന്ന സംഗതി അയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വീകാര്യനാകുന്നതിൻ്റെ ലക്ഷണമാണ്, അടയാളമാണത് എന്നാണ്. വേറെ മഹാന്മാരുടെ വചനങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ തന്നെ. കുഫ്റാനുൻ നിഅമത്തി ലുഅ്മുൻ വസുഹബത്തുൽ അഹ്മഖി ശുഅ്മുൻ. ഓരോ ഉപദേശങ്ങളിലും രണ്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ച ഉപദേശങ്ങളാണ് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹത്തിന് നന്ദികേട് ചെയ്യൽ എന്നുള്ളത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഒരാൾ നമുക്ക് ഒരു അനുഗ്രഹം ചെയ്തു, ആ അനുഗ്രഹത്തിന് നന്ദികേട് ചെയ്യുകയാണ്, അഥവാ നിഷേധിക്കുകയാണ്. എനിക്ക് അയാൾ ഇന്ന അനുഗ്രഹം ഇന്ന ഗുണം ചെയ്തു എന്നത് അംഗീകരിക്കുന്നില്ല, നിഷേധിക്കുന്നു. ആ നിഷേധം എന്നുള്ളത് വളരെ മോശപ്പെട്ട രീതിയാണത്. അതേപോലെ മറ്റൊരു ഉപദേശം ഈ വചനത്തിൽ തന്നെ ഉള്ളത് സുഹബത്തുൽ അഹ്മഖി ശുഅ്മുൻ. വിഡ്ഢിയോടുള്ള നമ്മളുടെ സുഹബത്ത് അഥവാ നമ്മുടെ സഹവാസം അത് ലക്ഷണക്കേടാണ്. നമ്മൾ ഒരിക്കലും വിഡ്ഢികളോട് കൂട്ടുകൂടാൻ പാടില്ല. വിഡ്ഢികളുമായിട്ട് സഹവസിക്കരുത്. ആ സഹവാസം അതൊരു ലക്ഷണക്കേടാണ്, അതൊരു മോശമാണത്, അതൊരു നല്ലതല്ല. അത് മേലെ പറഞ്ഞ ഉപദേശത്തിൽ നിന്ന് ഇന്ന് പറഞ്ഞ ആദ്യത്തെ ഉപദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീഴ്ച ഉണ്ടായാൽ സമ്മതിക്കാതിരിക്കുന്ന സ്വഭാവം നല്ലതല്ല. വീഴ്ചയും അപാകതയൊക്കെ ഉണ്ടാവും, എന്നാലും അതൊന്നും സമ്മതിക്കില്ല. അത് നല്ല ശൈലിയല്ല, നല്ല സ്വഭാവമല്ല. ഇതുവരെ അൽ മുനബ്ബിഹാത്ത് എന്ന പരിശുദ്ധമായ ഈ കിതാബിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം സുനാഇ എന്ന വിഭാഗത്തിൽപ്പെട്ട ഉപദേശങ്ങളാണ്. സുനാഇ എന്ന് പറഞ്ഞാൽ ഓരോ വാചകങ്ങളിലും ഓരോ ഉപദേശങ്ങളിലും രണ്ട് കാര്യത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ സുലാസി എന്നതിലേക്കാണ് പോകുന്നത്. അത് ഈ കിതാബിൻ്റെ ഉള്ളടക്കത്തിലെ രണ്ടാമത്തെ വിഭാഗമാണത്. അഥവാ ഇനി വരാൻ പോകുന്ന ഉപദേശങ്ങളിലെല്ലാം ഓരോ ഉപദേശത്തിലും 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ളത് അതിൽ ആദ്യം തന്നെ അവതരിപ്പിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്. മൻ അസ്ബഹ വഹുവ യഷ്കൂ ലീക്കൽ മആശി ഫകഅന്നമാ യഷ്കൂ റബ്ബഹ്. ഒരാൾ പ്രഭാതത്തിലാകുന്നു, ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ അയാളുടെ ഹാലെന്താന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ പരിഭവം ഉള്ളവനാണ് അവൻ. ആ രീതിയിലാണ് അവൻ്റെ പ്രഭാതം. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ജീവിക്കാൻ വകയില്ലല്ലോ, ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളാണല്ലോ എന്ന വലിയ പരിഭവം, വലിയ പ്രയാസം, അത് ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും. അങ്ങനെയുള്ള ആളാണെങ്കിൽ അവൻ ഫകാന്നമാ യഷ്കൂ റബ്ബഹു, അവൻ അവൻ്റെ റബ്ബിനെപ്പറ്റി പരാതി പറയുന്നവനെ പോലെയാണത്. റബ്ബിനെ സംബന്ധിച്ച് പരാതി പറയുന്നവനെ പോലെയാണ് അവൻ്റെ അവസ്ഥ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ
അത് മാറിക്കിട്ടാൻ നമ്മൾ മറ്റുള്ളവരോട് ശിക്കായത്ത് അവതരിപ്പിക്കുകയല്ല, പരാതി പറയുന്ന രീതിയല്ല വേണ്ടത്. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ നമ്മൾ ക്ഷമിക്കുക, പിന്നെ ക്ഷമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കൊടും ദാരിദ്ര്യമൊക്കെ വരുന്നതിൽ നിന്ന് പടച്ചവനോട് കാവൽ തേടുക. അതാ വേണ്ടത്. ഒമൻ അസ്ബഹ ലി ഉമൂരി ദുനിയാ ഹസീനൻ ഫഖദ് അസ്ബഹ സാഹിത്വൻ അലല്ലാഹ്. ഇത് ഈ ഹദീസിലെ രണ്ടാമത്തെ ഉപദേശമാണ്. ഒരാൾ ദുനിയാവിൻ്റെ കാര്യങ്ങളുടെ വിഷയത്തിൽ വലിയ ടെൻഷൻ അടിച്ചിട്ടാണ് ഒരാളുള്ളത് എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ മേൽ കോപിച്ചവനാണ്. ദുനിയാവിൻ്റെ കാര്യങ്ങളുടെ പോരായ്മയിൽ അവൻ വല്ലാതെ ദുഃഖിതനാണ്. ഒരാൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾ പോരാ, മതിയാകുന്നില്ല എന്ന് പറഞ്ഞ് ദുഃഖിതനാകുന്നു എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ മേൽ കോപിച്ചവനാണ്. കാരണം ഇവന് ദുനിയാവിൻ്റെ കാര്യങ്ങളുടെ ക്ലേശങ്ങൾ ഒക്കെ റബ്ബിൻ്റെ തീരുമാനത്തിലല്ലേ അതൊക്കെ വരുന്നത്. അപ്പോൾ അവൻ അള്ളാഹുവിൻ്റെ മേൽ കോപിച്ചവനാണ് അവൻ. ആ ഹദീസിൻ്റെ മൂന്നാമത്തെ വിഷയം ഒമൻ തവാളഅ ലി ഗനിയ്യിൻ ലിഗിനാഹു ഫഖദ് ദഹബ സുലുസാ ദീനിഹി. ഒരാൾ മറ്റൊരു പണക്കാരൻ്റെ പണത്തിൻ്റെ പേരിൽ ആ പണക്കാരൻ്റെ മുന്നിൽ വിനയം കാണിച്ചാൽ അവൻ്റെ ദീനിൻ്റെ 2/3 നഷ്ടപ്പെട്ടു പോയി എന്നാണ്. വേറൊരാളോട് വിനയം കാണിക്കുകയാണ്. ഈ വിനയം കാണിക്കുന്നത് നമുക്ക് അയാളോട് ഹക്കുണ്ട്, കാരണം നമ്മുടെ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ അങ്ങനെ വേണ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദാണ്. ആ നിലയിലുള്ള വിനയമല്ല. പിന്നെ ഒരു സമ്പന്നൻ്റെ മുന്നിൽ വിനയം കാണിക്കുക, ആ വിനയത്തിൻ്റെ കാരണം ഒന്ന് മാത്രം, അവനൊരു സമ്പന്നനാണല്ലോ, മുതലാളിയാണല്ലോ, അതുകൊണ്ട് മാത്രം വിനയം കാണിക്കുന്നുവെങ്കിൽ അപ്പോൾ അവിടെ ഈ വിനയക്കാരൻ്റെ വിനയം കാണിക്കുന്നവൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ മുതലാണ്, നമുക്കറിയാം. അപ്പോൾ അവൻ്റെ ദീനിൻ്റെ 2/3 നഷ്ടപ്പെട്ടു പോയി എന്നാണ് ആ ഹദീസിലുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹദീസിൽ 3 വിഷയങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇമാം അവറുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഉപദേശമാണ്, വാചകമാണ്. സലാസുൻ ലാ യുദ്റകന ബിസലാസിൻ. 3 കാര്യങ്ങളുണ്ട്, അത് 3 കാര്യങ്ങൾ കൊണ്ട് ലഭിക്കപ്പെടുകയില്ല, നേടപ്പെടുകയില്ല, ലഭിക്കുകയില്ല. ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നു. ആ 3 കാര്യങ്ങളിൽപ്പെട്ട ഓരോന്നും മറ്റൊന്ന് കൊണ്ട് കിട്ടുകയില്ല. അൽ ഗിനാ ബിൽ മുനാ. ആഗ്രഹങ്ങൾ കൊണ്ട് ഒരിക്കലും ഐശ്വര്യം അതൊരിക്കലും ലഭിക്കുകയില്ല. അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്ന കുറേ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം ഗിന ഐശ്വര്യം ലഭിക്കുകയില്ല. ഐശ്വര്യം ഏത് വിഷയത്തിലുള്ള ഐശ്വര്യമാണെങ്കിലും അതിനനുസരിച്ചുള്ള പരിശ്രമങ്ങൾ വേണം. ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം എന്താ കാര്യമുള്ളത്? വശബാബു ബിൽ ഖിലാബ്. അതേപോലെ ഒരാൾ കളറടിച്ചത് കൊണ്ട്, മുടിക്ക് കളറടിച്ചത് കൊണ്ട് ഒരാൾക്കൊരിക്കലും യുവത്വം ലഭിക്കുകയില്ല. ഇപ്പം കണ്ടില്ലേ, ആളുകൾ, നല്ല പ്രായമുള്ള ആളുകൾ, 70 80 വയസ്സുള്ള ചില ആളുകൾ, അവർ മുടിക്ക് ഇങ്ങനെ കറുപ്പടിക്കുകയാണ്, കറുത്ത ചായം. അങ്ങനെ കറുത്ത ചായം അടിച്ചാൽ ഞാനൊരു ചെറുപ്പക്കാരനാണ്, യുവാവാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു കളറടിച്ചത് കൊണ്ടും ഒരാൾക്കും യുവത്വം കിട്ടാൻ പോകുന്നില്ല. യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവില്ല. ജീവിതത്തിൻ്റെ വസന്ത കാലഘട്ടമാണ് ശബാബ്, യുവത്വം എന്ന് പറയുന്നത്. 15 വയസ്സ് മുതൽ ഏകദേശം 30-35 വയസ്സ് വരെയൊക്കെയുള്ള പ്രായം. അതിന് ശേഷം പിന്നെ യുവത്വമില്ല. കളറടിച്ചത് കൊണ്ടൊന്നും കിട്ടൂല. കറുപ്പ് കളറടിക്കൽ ഹറാമാണ്. ഫിഖഹിൻ്റെ കിതാബുകൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ വസ്സിഹത്തു ബിൽ അദ്വിയ. 3ാമത്തെ കാര്യം, 3 കാര്യങ്ങളാണ് ഇവിടെയുമുള്ളത്. ഒരിക്കലും മരുന്നുകൾ കൊണ്ട് ആരോഗ്യം ലഭിക്കുകയില്ല. മരുന്നുകൾ കൊണ്ട് ആരോഗ്യം ലഭിക്കുക എന്ന സംഗതിയില്ല. മരുന്നുകൾ രോഗം മാറാൻ ചിലപ്പോൾ കാരണമാകും, അല്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ട്
ആരോഗ്യം കൂടുതൽ ലഭിക്കുക എന്ന സംഗതി ഉണ്ടാകാൻ പോകുന്നില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ വായിച്ചത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ